ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രയും ആര്യനും കൂടെ രാവിലെ തന്നെ എക്സർസൈസിന് പോകുന്ന സമയത്ത് മിത്രയുടെ വായിൽ നിന്ന് തന്നെ സത്യം അറിയണമെന്ന് ആര്യം വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആലോകിനെ കുറിച്ച് രാവിലെ തന്നെ കുറേ കുറ്റങ്ങളും ഒക്കെ നിരത്തി നമ്മുടെ മിത്രയുടെ മനസ്സിലിങ്ങനെ കുത്തി കുത്തി നോവിക്കുകയാണ് കേട്ടോ. അവൻ അവിടെ ജയിലിൽ സുഖിച്ചാലും ഭയങ്കര സുഖമായിട്ട് കഴിയല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് മിത്രയുടെ വായിൽ നിന്ന് സത്യം വരുന്നത് കേട്ടോ. അവനങ്ങനെ സുഖിച്ചൊന്നും അല്ല ആര്യം കഴിയുന്നത്. ആരും നേരിട്ട് കണ്ടോ ഇല്ലല്ലോ, പോയി കാണണം, അന്നേരം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യം ചോദിക്കുന്നുണ്ട്, അവനെ അതെന്താ നീ അങ്ങനെ പറയുന്നത്, ചോദിച്ചു കേട്ടില്ലേ ഞാൻ. അപ്പോഴത്തേക്കിനും മിത്രം മിണ്ടാതിരിക്കട്ടോ. അവൻ്റെ അവസ്ഥ തനിക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാം, പറയാ സത്യം പറയാം മിത്രയെന്ന് പറയാട്ടോ. മിത്രയ്ക്ക് പിന്നെ വായിന്ന് വീണ്ടും പോയി, മിത്രയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും ആരും ചോദിക്കുന്നുണ്ട്, മിത്ര പറയാനാ പറഞ്ഞത്, ജയിലിൽ അലോകിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ, അതോ വേറെ ഏതെങ്കിലും രീതി കൂടെ അറിഞ്ഞതാണോ, സത്യം പറ. അപ്പോൾ തന്നെ മിത്ര പറഞ്ഞിട്ട് ഞാൻ അവനെ കാണാൻ പോയിരുന്നു. എന്താ പറഞ്ഞത്, കാണാൻ പോയിരുന്നോ? അതെ, അലോകിനെ കാണാനായിട്ട് ഞാൻ ജയിലിൽ പോയി. എന്നെ അറിയിക്കാതെ താൻ അവനെ കാണാൻ പോയില്ലേ ആര്യ? അവൻ എൻ്റെ സഹോദരനല്ലേ? സഹോദരനോ? എവിടുത്തെ സഹോദരൻ? അനു എൻ്റെ പെങ്ങളാ മിത്ര, നിനക്കറിയുമല്ലോ. അലോക് ഇത്രയും കാലം നമ്മുടെ എല്ലാവരുടെയും ശത്രുവായിരുന്നു. പിന്നെ ഇപ്പോൾ എപ്പോഴാണ് നിനക്ക് അവൻ പ്രിയപ്പെട്ടവനായി മാറിയത്? അവൻ ഇപ്പോൾ കാണണമെന്ന് നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? തനിക്ക് അനുമോളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത് അലോകാണ്. അവനെ കാണാൻ പോകുന്നതിന് ഒരു ഘട്ടങ്ങളും നീ ചിന്തിച്ചോ? അപ്പോൾ അനുമോളോട് നിനക്ക് സ്നേഹമില്ല, അതാണ് എൻ്റെ അർത്ഥം. അങ്ങനെ പറയല്ലേ ആര്യ. നീ ചെയ്ത പ്രവൃത്തി കൊണ്ട് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആര്യ എന്തെങ്കിലും ഒന്നും വിളിച്ച് പറയില്ലേ ദേഷ്യം വരുമ്പോഴത്തേക്കിനും? എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അലോകിനെ ഞാൻ കാണാൻ പോയി, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവനെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എത്രയൊക്കെയായാലും എൻ്റെ സഹോദരനായി പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പോയത്. അത് ശരി, അലോകിന് വേണ്ടി നീ എന്നോട് വാദിക്കുക അല്ലേ? ആർക്കും വേണ്ടി ഞാൻ വാദിച്ചില്ല. പിന്നെ ഇതെന്താണ്? അനുമോളുടെ ജീവിതം തകർത്തവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നിനക്ക് അവനോടുള്ള സഹതാപം മാത്രമാണ് നിന്നിൽ ഞാൻ കാണുന്നുള്ളൂ. ആര്യ, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ദേവി ഇത് ദേഷ്യം വന്ന് കാട് കയറി എന്തെങ്കിലും ഒന്നും പറയല്ലേ. എടി, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. കൃഷ്ണമംഗലത്ത് ഒരു വിഷയം വന്നപ്പോൾ നീ അവിടുത്തെ ആളായി അല്ലേ? ദേവമംഗലത്തെ മാറ്റി നിർത്തി, അതല്ലേ ഇപ്പോൾ സംഭവിച്ചത്. ദേവി ഇതിങ്ങനെയൊന്നും സംസാരിക്കില്ല ആര്യ. അത് ശരി, അപ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നാണ് പറയുന്നത്? എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത് നീ പറഞ്ഞതാ? അങ്ങനെ മിത്ര പറയുന്നുണ്ട്, നമ്മൾ ഒരേ രക്തമായി പോയില്ലേ, എനിക്ക് വേദനിക്കില്ലേ ആര്യ? ആരെന്താ അത് മനസ്സിലാക്കാത്തത്? എടോ, ഇതേ വേദന എനിക്കുണ്ട്. ഞാനും അനുമോളും ഒരേ രക്തമില്ലേ, അപ്പോൾ എനിക്ക് വേദനിക്കില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ അനുമോളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അലോകാണ്. അവനെ കാണാൻ പോകാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ പറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? അത് ശരി, നീ പോയി, ഒക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു മര്യാദയുടെ പേരിൽ നീ എന്നോട് പറഞ്ഞോ? എന്നോട് പറയാതിരുന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഞാനത് എതിർക്കുമെന്ന് നിനക്കറിയാം, അതുകൊണ്ടല്ലേ നീ എന്നോട് പറയാതിരുന്നത് ആര്യ. അങ്ങനെയല്ലേ? അങ്ങനെയല്ലെങ്കിൽ നീ എന്നോട് പറയില്ലേ? എന്നോട് പറയാത്ത എന്ത് കാര്യമാണ് നിൻ്റെ അടുത്തുള്ളത്? അത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അവനൊന്ന് കാണണമെന്ന് തോന്നി, ഞാനങ്ങനെ പോയി. കൊള്ളാം. പിന്നെ ദേവി ഇത് ആര്യൻ എന്നെ ഇനി കുറ്റപ്പെടുത്തല്ലേ, എനിക്ക് മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നു. അതെ, നിനക്ക് നിൻ്റെ മനസ്സിലെ ഈ വേദന അലോകിനെ കാണാൻ പോയിട്ടുണ്ടല്ലോ, എന്നോട് മറച്ചു വെച്ചതുകൊണ്ടാണ്. കുറച്ചും കൂടെ ഒരു മാന്യത നിനക്ക് എന്നോട് കാണിക്കായിരുന്നു, ഒന്ന് പറയായിരുന്നു എന്നോട്. ആര്യ പ്ലീസ് ആര്യ, ഇല്ല ഇനി നീ ഒറ്റ അക്ഷരം മിണ്ടണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, നീ ഒന്നും പറയാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടുന്ന് പോകട്ടോ. ഒറ്റയ്ക്ക് ജയിലിൽ പോകാൻ കഴിയാമെന്ന് നിനക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനും കഴിയും, എൻ്റെ ആവശ്യം നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ഇത്രയായിട്ട് പിണങ്ങി നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അന്ന് രാത്രി തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കാൻ തുടങ്ങിട്ടോ. അപ്പോൾ ആനന്ദാണ് ആദ്യം വരുന്നത് കേട്ടോ. ആനന്ദ് പറയുന്നുണ്ട്, ഇന്ന് കറിക്കൊക്കെ ഒരു പ്രത്യേക മണമുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനിക്കുട്ടിയായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിനക്കിങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അന്നേരം മീനാക്ഷി വന്ന് പറഞ്ഞിട്ടുണ്ട്, ആനന്ദേട്ടൻ പറഞ്ഞത് ശരിയാ, കറികളെല്ലാം ഉണ്ടാക്കിയത് അവൾ തന്നെ, അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്തതാ. കാര്യം എന്തെന്നറിയോ, അവളുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണേ എന്നും പറഞ്ഞ് കഴിക്കുക. മിത്ര ഇങ്ങോട്ട് വരുക കേട്ടോ. മോളെ ആര്യനെ വിളിക്കുന്നു പറയാം കേട്ടോ. അപ്പോൾ ആര്യൻ വരുന്നില്ല. ആര്യൻ മിത്രമായിട്ട് പിണക്കാത്തിലാണല്ലോ. മിത്ര പെട്ടെന്ന് പറയാം, ആര്യനെ പിന്നീട് കഴിച്ചോളാം, ചെറിയൊരു തലവേദനയുണ്ട്, അതുകൊണ്ട് കിടക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ ഗോമതി, അയ്യോ മോൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞു, ഞാൻ പോയി അന്വേഷിക്കട്ടെ. അയ്യോ അപ്പച്ചി അങ്ങോട്ട് പോകണ്ട, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നേരെ വന്ന് പറയാം. നമ്മുടെ ആര്യനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് വയ്യേ? ആര് പറഞ്ഞു? അത് ഭർത്താവിന് തലവേദനയാണെങ്കിൽ ഭാര്യ വന്ന് പറയില്ലേ? മിത്ര പറഞ്ഞു, നിനക്ക് തലവേദന വല്ലതും ആണോ? നീ ഇങ്ങോട്ട് വാ, ഭക്ഷണം കഴിക്കാതെ പോകും, ഞാൻ വിടത്തില്ല. അമ്മ പൊക്കോ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എന്ന് നിനക്ക് ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരട്ടെ? അമ്മ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. പട്ടിണി കിടക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല, ഇങ്ങോട്ട് എണിച്ച് വടാന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെ വിളിച്ച് നേരെ
അകത്തേക്ക് കഴിയാനായിട്ട് കൊണ്ടുവരും കേട്ടോ. അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ബാലന് നല്ല സംശയമുണ്ട്. ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണേന്ന് ചോദിക്കുക കേട്ടോ. ആരിനൊന്നും മിണ്ടുന്നില്ല. വേറെ തലവേദന അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിത്ര നിങ്ങൾ തമ്മിൽ? ഒന്നുമില്ല അപ്പച്ചിന്ന് പറയാം കേട്ടോ. മീനാക്ഷി കണ്ണ് കാണിക്കുന്നുണ്ട് മിത്രയുടെ വായിന്നൊന്നും വിഴണ്ടെന്നും പറഞ്ഞുകൊണ്ട്. മിത്രയും പറയാം. അത് കേട്ടോണ്ട് മീനാക്ഷിയും പറയും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആര്യൻ എന്ന് പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ മീനാക്ഷിക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാൻ? അല്ല അച്ഛാ, അത് വേറൊന്നുമല്ല, ഇപ്പോൾ ആര്യൻ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ് കാശ് കിട്ടാത്തതിൻ്റെയൊക്കെ. അതാണോ കാര്യം? എടാ അതാണോ കാര്യം? അങ്ങനെയാണെങ്കിലേ ഈ ബിസിനസ് തുടക്കാൻ നിങ്ങൾക്ക് എത്ര കാശാവുമെന്ന് ചോദിക്കുക കേട്ടോ ബാലൻ. അപ്പോൾ ആര്യനൊന്നും മിണ്ടുന്നില്ല. എടാ നിനക്കറിയില്ലേ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ അതിന് എത്ര ഏകദേശം കാശ് വരുമെന്ന്? വാ തുറന്ന് പറയടാ എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് മിത്രയോട് ഗോമതി പറയാം, നീ അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുക, കറികളൊക്കെ എടുത്ത് കൊടുക്കുന്ന. മിത്ര പതിയെ ബാലൻ്റെയും ആര്യൻ്റെയും ആ ഒരു ഇടഭാഗത്ത് വന്നത് ആര്യന് കറി എടുത്ത് ഒഴിച്ചു കൊടുക്കണം. ആര്യന് ദേഷ്യം വന്നിട്ട് ആ പാത്രം എടുത്തും കൂടെ മാറ്റി കൊടുക്കുക കേട്ടോ. കറി എത്രയും കൂടെ അവിടെ വീണ് ബാലൻ്റെ കയ്യിലൊക്കെ വീഴുക കേട്ടോ. പെട്ടെന്ന് തന്നെ മിത്ര ബാലനോട് സോറി അങ്കിളെന്ന് പറയാം. നീ എന്തിനാ മോളെ സോറി പറയുന്നത്? നീ ശരിക്കും തന്നെയല്ലേ ഒഴിച്ചല്ലേ, ഇവൻ പ്ലേറ്റ് മാറ്റിയതുകൊണ്ടല്ലേ സംഭവിച്ചതെന്ന് പറയാം കേട്ടോ. എന്താണ് നിനക്ക് പറ്റിയെന്ന് പറയണേ. ഇപ്പോൾ പ്ലേറ്റ് ഓടിച്ചിട്ട് ആര്യൻ എണീറ്റ് ഒരൊറ്റ പോക്ക് പോകാം കേട്ടോ. അന്നേരം എല്ലാവർക്കും മനസ്സിലായി എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ മിത്രയോട് കുത്തി എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്താ പ്രശ്നം? മിത്രയ്ക്കാണെങ്കിലും ഒന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ. വീണ്ടും നമ്മുടെ മീനാക്ഷി അവരെയൊക്കെ അനുനയിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യം തന്നെ എടുത്തിടുന്നത് കേട്ടോ. പുതിയതായിട്ട് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷനും കാര്യങ്ങളും കാണില്ല. അതൊക്കെ തന്നെയാവും അവൻ്റെ മനസ്സിൽ, അല്ലാതെ വേറെ എന്ത് ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ. അതിൻ്റെ ഒരു പതർച്ചയാണ് അവനിപ്പോൾ കാണിച്ചത് എന്നൊക്കെ വീണ്ടും മീനാക്ഷി പറയാം കേട്ടോ. പക്ഷേ ബാക്കി എല്ലാവരും വിശ്വസിച്ചാലും നമ്മുടെ ബാലിനെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ബാലിനോട് മിത്ര പറയണ്ട, അങ്ങളെ ഞാൻ കഴിത്തരാം, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലിനവിടെ എണീറ്റിട്ട് മിത്രയുടെ അടുത്ത് നിന്നിട്ട് ബാലൻ പറയണം, മോളെ കറി ശരീരത്തിലേക്ക് ഇത്തിരി വീണാലും നമുക്കത് തുടച്ച് കളയാം കേട്ടോ. പക്ഷേ അതേ കറ മനസ്സിലാണ് വീണെങ്കിലേ അതങ്ങനെ തന്നെ കിടക്കും. ജീവിതകാലം മുഴുവനും മാറ്റാലും തുടച്ചാലും പോകാതെ തന്നെ കിടക്കും എന്ന് പറയുമ്പോൾ മിത്രയ്ക്ക് എന്തോ ഊന്നി പറയുമ്പോൾ തോന്നിയൊരു വിഷമവും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ മിത്ര അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അപ്പുറത്ത് കൃഷ്ണമംഗലത്തുള്ളവർക്ക് ആകെ ഒരു വെപ്രാളം. അലോക ഇനിയിപ്പം ശിക്ഷ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മിത്ര ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അതിൻ്റെ വാശിക്ക് എന്നൊക്കെ ഇങ്ങനെ രാജശ്രീ പറഞ്ഞ് തകർക്കുകയാണല്ലോ. അപ്പോൾ അനന്തനും നന്ദിതയും കൂടെ വന്ന് അമ്മയോട് പറയാം, അമ്മേ ഞാൻ പുതിയതായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താടാ? ഞാൻ നാളെ തന്നെ ദേവമംഗലത്തേക്ക് പോവും, എന്നിട്ട് മിത്രയെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയാട്ടോ. അത് കേൾക്കണതും അയ്യോ അച്യുതനും രാജശ്രീക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പോഴെങ്കിലും അനന്തേട്ടന് ബുദ്ധി ഉദിച്ചല്ലോ, ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ അവളെ എന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടും കൂടെ പറയാട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, വേണോ മോനെ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ധർമ്മനും പറയുന്നുണ്ട്, ഏട്ടാ അവർ നല്ല സ്നേഹത്തോടെ കഴിയുമല്ലോ, വെറുതെ എന്തിനാ അവരെ തമ്മിൽ പിരിക്കുന്നത്? സ്നേഹത്തോടെ കഴിയുന്നവർ. രാജശ്രീക്ക് അങ്ങോട്ട് ദേഷ്യം കേട്ടോ, എടാ നിർത്തണം അങ്ങോട്ട്, അവൻ ഓരോന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരും, അവൻ ഓരോന്നും മാറ്റുന്നോ, നീ എന്തിനാ നിരുത്സാഹപ്പെടുത്തുന്ന ഏട്ടനെ? അപ്പം അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മിത്രയും ആര്യനെയും കൂടെ വിളിക്കാമല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് അച്യുതന് വീണ്ടും ദേഷ്യം പെടുന്നത്. വേണ്ട ആര്യനെ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിത്രയെ മാത്രം വിളിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ആര്യൻ അവനാണ് ഏറ്റവും വലിയ ദുഷ്ടൻ. എൻ്റെ അലോകിനെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കുന്നതും അവൻ തന്നെയാണ്. പിന്നെ കോടതിയിൽ ഇപ്പോൾ വന്നപ്പോഴേ അവിടെ ആകാശമോ ആനന്ദമോ ഒന്നുമല്ല വന്നത്, കൂടെ വന്നതും ഈ ആര്യനാണ്, അറിയോ? വേണ്ട, അവനെ അംഗീകരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. അപ്പോൾ ഉടനെ രാജശ്രീ പറയാണ് കേട്ടോ, മിത്രയും തിരിച്ചു വന്ന് അലോകും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഭയങ്കര സന്തോഷമായിരിക്കാമേ, നമ്മുടെ കൃഷ്ണമംഗലത്തിൻ്റെ ആ മുഖച്ചായി തന്നെ മാറും എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിതയും ആനന്ദനും കൂടെ പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കാട്ടോ. കാരണം എത്രത്തോളം അസൂയ കൊണ്ടാണ് പറയുന്നതെന്ന് അവർക്കറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അച്യുതൻ, ഏട്ടൻ എപ്പോഴാണ് പോകുന്നത് ദേവമംഗലത്തേക്ക്? രാവിലെ തന്നെ പോവാം. ചെന്ന് വിളിക്കുമ്പോൾ അവൾ വരുന്നില്ല എന്നൊക്കെ ആയിരിക്കും ആദ്യം പറയുന്നത്, പക്ഷേ സമ്മതിച്ച് കൊടുക്കരുത് ഏട്ടാ. അപ്പോൾ ആ നന്ദിത പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും നിർബന്ധിക്കും, പക്ഷേ ബലം പ്രയോഗിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, എന്തുകൊണ്ട് പറ്റത്തില്ല? വേണമെങ്കിൽ ബലം പ്രയോഗിച്ചാണെങ്കിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധർമ്മൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും ഇത്ര വരാനൊന്നും പോകുന്നില്ല എന്ന് ധർമ്മൻ ഉറപ്പിച്ച് അങ്ങോട്ട് പറയാം കേട്ടോ. അപ്പോൾ ഉടനെ അച്യുതൻ പറയുന്നുണ്ട്, നീ മിണ്ടായിരിക്കടാ, അതൊക്കെ എൻ്റെ ഏട്ടൻ നോക്കിക്കോളും കേട്ടോ. അപ്പോൾ അനന്തൻ അമ്മയോട് പറയുന്നുണ്ട്,
അമ്മേ നാളെ മിത്ര ഞങ്ങളോടൊപ്പം വരും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഒരു തീരുമാനത്തിലിരിക്കുകയാണ്. അന്ന് രാത്രി ആകാശ് പതുപോലെ കോഴിത്തരവും കൊണ്ട് നമ്മുടെ മീനാക്ഷിയുടെ അടുത്ത് വന്നിട്ടുണ്ടോ. കൊഞ്ചലും കുഴയിലും ഒക്കെ ഇട്ട് മീനാക്ഷി ഫയലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്. അതൊക്കെ നാളെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മീനാക്ഷി വിളിക്കട്ടോ. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, ആകാശേ സർക്കാർ ഓഫീസുകളിൽ ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടേ, അതിലെ ഓരോ ഒപ്പിടാൻ ഞാൻ വൈകും തോറും ആ ജീവിതങ്ങളാണ് കഷ്ടപ്പാടുന്നത് അന്ന് പറയാനായിട്ട് മീനാക്ഷി. അപ്പോൾ ഉടനെ തന്നെ ആകാശ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ മീനാക്ഷി സ്റ്റോറിൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിലും നീ ഇങ്ങനത്തെ ഇതൊന്നും കണ്ടില്ലല്ലോ, നിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും. അന്നും ഞാൻ പറയുന്നില്ല ഇന്നും ഞാൻ പറയുന്നില്ല ലൈസൻസ് ഒപ്പിട്ട് തരില്ല എന്ന്, പക്ഷേ ഒറിജിനൽ ആയിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കുക, അപ്പോൾ ഞാൻ ലൈസൻസ് തന്നുള്ളതെന്ന് പറയാട്ടോ. ഈ സമയത്ത് ആകാശ് ചോദിക്കുന്നുണ്ട്, ആരും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീനാക്ഷി, നിനക്കറിയാതെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവരെ നമ്മളെപ്പോലെയല്ല, നമ്മൾ വല്ലപ്പോഴും വഴക്കിടും പിണങ്ങുമൊക്കെ ചെയ്യില്ലേ, അവരാണെങ്കിൽ അതുപോലും ഇല്ല. ആ ട്രാവൽ ഏജൻസിയുടെ കാര്യം ഓർത്തിട്ട് ആരും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആകാശി മീനാക്ഷി വീണ്ടും ഒരുമിച്ച് ഉറങ്ങാനും ഒക്കെ വിളിക്കുകയാണ് കേട്ടോ. മീനാക്ഷി അതൊന്നും സമ്മതിക്കുന്നില്ല, ചെറിയൊരു കുറുമ്പും കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് അവർ കിടന്ന് ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ആര്യന് ഇപ്പുറത്തെ റൂമിൽ ഭയങ്കര ദേഷ്യം കേട്ടോ. വീണ്ടും മിത്രയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പരമ്പൊക്കെ എടുത്ത് തറയിലിട്ട് വലിച്ചെടുക്കുകയും ഷീറ്റ് എടുത്ത് വലിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അവസാനം ഇത്രയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വഭാവമുണ്ട്, അതിനെയൊന്നും വേദനിപ്പിക്കരുത് ആര്യെന്ന് പറയാട്ടോ. നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് എൻ്റേതായിട്ടുള്ള സ്വഭാവം. എന്നെ കാണാതെ എന്നോടൊരു വാക്ക് പോലും പറയാതെ എൻ്റെ ഭാര്യ വേറൊരുത്തനെ കാണാൻ പോയി എന്നറിയുമ്പോഴത്തേക്കും എത്രയൊക്കെയായാലും എനിക്കും വേദനിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ മിത്ര പറയേണ്ട ആര്യ, അവൻ എനിക്ക് ഒരു ശത്രു തന്നെയാണ്, പക്ഷേ എല്ലാ മനുഷ്യരിലും ഇല്ലേ ചില വികാരങ്ങളും വിചാരങ്ങളും, അവനും എൻ്റെ സഹോദരനും കൂടെ. അതുകൊണ്ടാണ് ജയിലിലെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വിഷമായപ്പോൾ ഞാൻ ആര്യൻ്റെയോട് പറയാതെ ഞാൻ പോയത്. മനസ്സിലൊരു ശൂന്യതയായിരുന്നു, അങ്ങനെ പോയതാണ്. അതിന് വേണ്ടി ഞാൻ പലതവണ ഇപ്പോൾ ക്ഷമ ചോദിച്ചില്ലേ, ഇനി കൂടുതൽ കാല് പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ആര്യാന്ന് പറയാട്ടോ. എടി നീ കൂടുതൽ സാഹിത്യമൊന്നും പറയണ്ട, സഹോദര സ്നേഹം, വികാരങ്ങളും വിചാരങ്ങളും, മനസ്സിലെ ശൂന്യത, അതെ ഇതെല്ലാം എൻ്റെ ചെകിടത്തടിക്കുന്നത് പോലെയാണ് നീ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് വലിയ സമത്വം പറയുന്നു. ദേവമംഗലത്ത് മാത്രം സ്നേഹിക്കുന്നവർക്ക്, ശത്രുക്കളായിട്ട് കൂട്ടുകൂടുന്നവർക്ക് ഉള്ള താവളമല്ല. ആര്യൻ എന്താ പറഞ്ഞത്? ശത്രുക്കളായിട്ട് കൂട്ടുകൂടുന്നവരല്ല, ദേവമംഗലത്തുള്ളവർക്കാണെന്നോ? അതെന്തോ ഉദ്ദേശിച്ചാണ്? എല്ലാം ഉദ്ദേശിച്ചതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലെന്നല്ലേ പറയുന്നത്? നീ എന്ത് വേണം ഉദ്ദേശിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് പോകട്ടോ. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും വഴക്കായി അവസാനം അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിന്ന് പൊക്കോളാം എന്ന് മിത്ര പറയാട്ടോ. നീ പോകണമെങ്കിൽ പൊക്കോ, നീ എവിടെ വേണമെങ്കിലും പൊക്കോ. എവിടെ പോവാൻ നീ, നിനക്ക് വേറെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് മിത്ര പറയണത്, എനിക്ക് എൻ്റെ വീടുണ്ടെന്ന് പറയാം കൃഷ്ണമംഗലത്ത്, അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി, നിന്നെ വലിയ രാജകുമാരിയായിട്ട് നോക്കൂ അവർ. അപ്പോൾ മിത്ര പറയണം, അത് ആര്യൻ്റെ തോന്നലാണ്, അവരെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മനസ്സറിഞ്ഞ് അവരിങ്ങോട്ട് വരും, എൻ്റെ മനസ്സിലെ വിഷമം അവർക്ക് മനസ്സിലാവും. എൻ്റെ അച്ഛനമ്മ എന്നെ വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ അവർ രാജകുമാരിയായിട്ടില്ല റാണിയായിട്ട് തന്നെ നോക്കും. പിന്നെ നമുക്ക് കാണാം. ശരി, ഞാൻ പൊക്കോളാം, ആരും വിഷമിക്കണ്ട. പിന്നെ നീ വിളിച്ച് പറ, നീ ഇവിടെ ഭയങ്കര ദുഃഖത്തിലാണ് കിടക്കണേന്ന്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ ആര്യനും മിത്രയും കൂടെ പരസ്പരം വാശിയിലാട്ടോ. അപ്പം മിത്ര പറയുന്നുണ്ട്, ഞാൻ പോവും, ഞാൻ അവരെ വിളിച്ച് പറയണ്ട, അല്ലാതെ തന്നെ അവരെൻ്റെ ദുഃഖം അറിഞ്ഞ് വന്നോളൂ, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവരങ്ങനെ ഭയങ്കര വഴക്കിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്